ആദ്യമായിട്ട് എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും നന്ദി പറയുന്നു. എന്നെ ഇവിടേക്ക് ഞാൻ വരുന്നത് വൈക്കം തലയാഴം എന്ന സ്ഥലത്തു നിന്നാണ്. എൻ്റെ പേര് രമ. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചേർത്തലയിൽ യാത്ര പോകുമ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കാറ് കയറി വന്ന് ഞങ്ങളെ ഇടിക്കുകയായിരുന്നു. ഇടി മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ ദൈവമേന്ന് ഞാൻ അലറി വിളിച്ചു. എന്നെ എടുത്ത് നിർത്തിയതുപോലെ നടു റോഡിൽ നിർത്തി. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു പോറൽ പോലും പറ്റാതെ പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളെ രക്ഷിച്ചു. പിന്നെ അടുത്ത സാക്ഷ്യം, എൻ്റെ കാലിൻ്റെ ചെറുവിരൽ തട്ടി വളഞ്ഞുപോയി, പാ പോലെ ആയിപ്പോയി. ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പും ഉപയോഗിച്ച് ആശുപത്രിയിൽ പോകാതെ തന്നെ ആ വിരൽ എൻ്റെ ഒടിവ് അമ്മ മാറ്റി തന്നു. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം, 17 വർഷം പൂർത്തിയാകാതെ കിടന്ന പണി ഉടമ്പടി എടുത്ത ആ മാസം തന്നെ എൻ്റെ അമ്മ എൻ്റെ പെരയുടെ പണി പൂർത്തിയാക്കി തന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ ഒത്തിരി വേദനകളും ശരീരത്തിലുള്ള വേദനകളും കാര്യങ്ങളും എല്ലാം എൻ്റെ അമ്മ മാറ്റി തന്നു. വീടിൻ്റെ പണി പൂർത്തിയായത് ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചും ഓരോരുത്തരും എനിക്ക് 2 ലക്ഷം രൂപ സഹായിച്ചുമൊക്കെയാണ് എൻ്റെ വീടിൻ്റെ പണി എൻ്റെ അമ്മയുടെ സഹായത്താൽ അത് നടന്നു കിട്ടിയത്. പിന്നെ എൻ്റെ കുടുംബത്തിൽ ഒത്തിരി ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമില്ലാതെ എൻ്റെ അമ്മയും എൻ്റെ ഈശോയും എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിച്ചു തന്നു. കാരുണ്യപ്രവർത്തികൾ ഞാൻ അനാഥമന്ദിരത്തിൽ പോകാറുണ്ട്. അവർക്ക് ഫുഡ് കൊടുക്കും. വിറക് ഇല്ലെന്ന് പറയുമ്പോൾ വിറക് മേടിച്ച് കൊടുക്കുകയും രോഗികൾക്ക് പോയി കാണുകയും അവർക്ക് മരുന്ന് മേടിക്കാൻ പൈസ കൊടുക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. പത്രങ്ങൾ ആശുപത്രികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ നടന്ന് ഞാൻ പത്രം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുകയും ആരാധന ദിവസവും കൂടുകയും പ്രാർത്ഥിക്കുകയും കുരിശ് വരയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ബൈബിള് അരമണിക്കൂറല്ല 1 മണിക്കൂർ വായിച്ചാലും നമുക്ക് മതിയാകുകയില്ല. ആ രീതിയിൽ ഞാൻ ബൈബിള് വായിക്കുന്നുണ്ട്. പള്ളിയിൽ പോകാറുണ്ട്, കുർബാന കൂടാറുണ്ട്. എന്നെ ഇത്രയധികം വളർത്തിയ എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2 കൊരിന്തോസ് 6:2 സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രമ എന്ന ഈ സഹോദരി പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ക്ലേശങ്ങളിൽ അമ്മ മാതാവും ഈശോയും എങ്ങനെ സഹായിക്കുകയും അമ്മയിലുള്ള ഈശോയിലുള്ള ശരണപ്പെട്ട വിശ്വാസം ജീവിതത്തിൻ്റെ കഷ്ടനഷ്ടങ്ങളിൽ എത്രത്തോളം ആത്മധൈര്യവും ബലവും പകർന്ന് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നുവെന്നും ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി പ്രത്യേകമായി 3 കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ആദ്യത്തേത്, ഒരു വാഹന അപകടത്തിൽ അമ്മ മാതാവിനെ ഈശോനെ വിളിച്ച് പ്രാർത്ഥിച്ച അതേ നിമിഷം പൂർണ്ണമായി അതിൽ നിന്ന് സംരക്ഷിക്കുകയും പോറൽ പോലും ഏൽക്കാതെ സഹോദരിയെ കാത്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്, തൻ്റെ കാൽവിരൽ മടങ്ങി വല്ലാതെ വളഞ്ഞു പോവുകയും ഏറെ ക്ലേശത്തിലൂടെ വേദനയിലൂടെ പോയ ദിവസങ്ങളിൽ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അത് പൂർണ്ണമായും സൗഖ്യപ്പെടുകയും മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ സാധാരണ പോലെ ആ വിരൽ നിവരുകയും ചെയ്തതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത്തത്, 17 വർഷമായി മുടങ്ങിക്കിടന്ന ഭവന നിർമ്മാണം. അത് പലരും വന്ന് കണ്ട് അതിന് 5 ലക്ഷം 6 ലക്ഷം രൂപ വേണം തീർക്കാനെന്ന് പറയുമ്പോഴും അത് അമ്മ മാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തൻ്റെ കയ്യിലുള്ള തുച്ഛമായ പണം 2.5 ലക്ഷത്തിന് അത് തീർക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശ്രമിക്കുമ്പോൾ അമ്മ മാതാവ് തന്നെ മറ്റൊരു കോൺട്രാക്ടറെ കൊണ്ടുവരികയും 2.5 ലക്ഷത്തിന് അത് പൂർത്തീകരിച്ച് കൊടുക്കുവാൻ ഏറ്റെടുത്തുകൊണ്ട് പൂർണ്ണമായും നല്ല രീതിയിലും ആ ഭവനം സമയച്ചുരുക്കത്തിൽ പൂർത്തീകരിച്ച് കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് സഹോദരി പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമുക്കെപ്പോഴും കൈമാറുന്നത് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന സാന്നിധ്യാനുഭവമാണ്. ദൈവം കൂടെയുള്ളപ്പോൾ നാം എന്തിനെയാണ് ഭയപ്പെടേണ്ടത്? ദാരിദ്ര്യത്തെയും രോഗത്തെയും മുൻപിൽ വരുന്ന ക്ലേശത്തെയുമല്ല, മറിച്ച് എൻ്റെ കർത്താവ് എനിക്ക് തുണയായതിനാൽ അവയെ അതിജീവിക്കുവാനുള്ള വഴികൾ അവിടുന്ന് എനിക്ക് തുറന്നു തരും എന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ ഓരോ നിമിഷവും നമുക്ക് സാധിക്കുമെന്ന്.
പരിശുദ്ധ അമ്മ മാതാവ് സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ തൻ്റെ ജീവിതം ഓരോ ദിവസം മുന്നോട്ട് നയിക്കുമ്പോഴും അല്പം പോലും പരിഭ്രമിക്കാതെ ചഞ്ചലപ്പെടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ജീവിത നിയോഗങ്ങളെയും വിഷയങ്ങളെയും ദൈവത്തിന് കൊടുത്തുകൊണ്ട് ഈശോയോടൊപ്പം ആ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കുന്നതിന് മകനെ ധൈര്യപ്പെടുത്തി മുന്നേറിയതാണ് നാം സുവിശേഷത്തിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറായാൽ അമ്മ കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിത ക്ലേശങ്ങൾ പരിഹരിക്കുവാനുള്ള പദ്ധതികളും വഴികളും ഒരുക്കി തന്ന് നമ്മുടെ ജീവിതത്തെ ശുഭകരമാക്കും, സുരക്ഷിതമാക്കും. അത് ക്ലേശകാലത്തിൽ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ കൂടെയുണ്ട് എന്ന് ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഈ സഹോദരിയുടെ ദാരിദ്ര്യത്തിൻ്റെ, രോഗത്തിൻ്റെ, ഭവനം പൂർത്തീകരിക്കുവാനാവാത്ത ദൈന്യതയുടെ നാളുകളിൽ ഉടമ്പടി മാതാവിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നേർച്ച വസ്തുക്കൾ വിശ്വാസത്തോടെ പ്രയോഗിച്ചപ്പോൾ ഈശോയുടെ ശക്തിയാൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.